ഇന്ന് നമുക്ക് നല്ലൊരു വെജിറ്റബിൾ ബ്രെഡ് റോള് തയ്യാറാക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ബ്രെഡ് റോളാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി നമുക്ക് ബൗളിലോട്ട് ഇളം ചൂടുള്ള പാലാണ് ഒഴിക്കേണ്ടത്, 1/2 കപ്പ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് വിസ്ക് ഉപയോഗിച്ച് നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 എഗ്ഗും ചേർക്കുക. അതും ഒന്ന് വിസ്ക് ഉപയോഗിച്ചൊന്ന് ഇളക്കണം. ഇത് 25 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. 300 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള മൈദ എടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എലൈറ്റിൻ്റെ മൈദ എടുക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ ബേക്കിംഗ് ഐറ്റം എല്ലാം ഉണ്ടാക്കുമ്പോൾ. 1/2 ടീസ്പൂൺ സോൾട്ട് ചേർക്കുക. ഇപ്പോഴും പൊടിയിൽ സോൾട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈസ്റ്റിലോട്ട് നേരിട്ട് സോൾട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും. എന്നിട്ട് അത് നല്ലൊന്ന് കുഴച്ചെടുക്കണം. അഞ്ചാറ് മിനിറ്റ് ഒന്ന് നല്ല നീഡ് ചെയ്തെടുക്കണം, സോഫ്റ്റ് ആവാൻ വേണ്ടി. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി. ഇനി നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ക്ലീൻ ഫിലിം കൊണ്ടുവന്ന് കവർ ചെയ്തതിന് ശേഷം ടവൽ കൊണ്ടൊന്ന് മൂടി വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് അതിനകത്ത് ഫില്ലിങ് വെക്കേണ്ട വെജിറ്റബിൾസൊക്കെ നോക്കാം. ഇതെല്ലാം 1/2 കപ്പ് വീതം കട്ട് ചെയ്തെടുത്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. എന്നിട്ട് അല്പം ബട്ടർ കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതൊന്ന് നല്ല റോസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. എന്നിട്ട് കപ്പ് അളവിൽ ചെറുതായി കട്ട് ചെയ്ത സവാളയുമാണ് ചേർക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ട് സോട്ടാക്കി എടുക്കണം. അത് കഴിഞ്ഞ് അതിലോട്ട് 1/2 കപ്പ് അളവിൽ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് നല്ല വെന്തതിന് ശേഷം അതിലോട്ട് ബീൻസും ക്യാബേജും ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യേണ്ടത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ അത് നല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം ഇറങ്ങി. ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ വെന്ത് കിട്ടിയത് ഉടനെ തന്നെ. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുക. എന്നിട്ട് അന്ന് 2-3 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വയ്ക്കണം. അപ്പോൾ അത് നല്ല ഡ്രൈ ആയി. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി അല്പം മല്ലിയില കൂടെ ചേർക്കാവുന്നതാണ്. മല്ലിയില ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഈ ബ്രെഡ് റോളിൽ നോൺ വെജിൻ്റെ ഫില്ലിങ്ങും വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്വീറ്റായിട്ടുള്ള ഫില്ലിങ്ങും വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് അത് 1 മണിക്കൂറായി. എല്ലാം മാറ്റിയതിന് ശേഷം ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് കട്ടിംഗ് ബോളിലോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിങ്ങനെ റോളാക്കാൻ വേണ്ടി. ഒരു സ്വീറ്റായിട്ടുള്ള ഐറ്റം എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നമ്മൾ 8 ഉരുളകളാക്കി എടുക്കാൻ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഓരോ ഉരുളകളായി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഇങ്ങനെ ക്ലീൻ ഫിലിം കൊണ്ടുവന്ന് മൂടി വയ്ക്കണം. എന്നിട്ട് അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. അതെല്ലാം ഉരുളകളാക്കി. ഇനി നമുക്കതൊന്ന് നല്ല പരത്തിയെടുക്കാം. ഫില്ലിങ് വയ്ക്കാൻ വേണ്ടി നീളത്തിൽ വേണം അത് പരത്തിയെടുക്കാൻ, കുറച്ച് തിന്നായിട്ട്. ഇനി നമുക്ക് അതിലോട്ട് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് വെച്ചത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി.
പിന്നെ നല്ല ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം ഒരേ അളവിൽ. അതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ ആവും, അതിന് വേണ്ടിയാണ്. ഇങ്ങനെ റോളാക്കി എടുത്തു. ഇനി നമുക്ക് ട്രേയിലോട്ട് വയ്ക്കാം. എന്നിട്ട് 20 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒന്ന് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ടവൽ കൂടെ ഇടേണ്ടതാണ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു എഗ്ഗ് യോക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് 20 മിനിറ്റായി. വെള്ളം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. $150 പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിരിക്കുന്നു. തണുത്തതിന് നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റോളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.